എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനെ CJP വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അഭിജിത്ത് ദീപക് പറയുന്നത് കേൾക്കാം. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് CJP ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം അത് 5 മണി വരെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴും അവിടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ദിവസം കഴിഞ്ഞു. CJPയുടെ ആവശ്യം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, ഗവൺമെന്റ് CJPയോട് സംസാരിക്കണം. രണ്ടാമത്തേത്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത്. എന്നാൽ ഇത് രണ്ടും ഇതുവരെ നടന്നിട്ടില്ല. കാരണം നമ്മുടെ മന്ത്രിമാരൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അത് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ അഭിജിത്ത് ദീപക് പറയുന്നത് കേൾക്കാം നമുക്ക്. Given how the government has been reacting till now, which has been not reacting, if Dharmendra Pradhan doesn't resign for months or years, are you going to sit here for months and years? Oh, why not? I mean, the farmers of this country have to sit on the roads of the Delhi for a year. If they can, we can too, right? Betting na? One question that people are also asking are most of these students ISA members, or are they AAP volunteers, or how many of them are completely non-politically affiliated members? बता दो भाई कौन-कौन political party में से? See what I feel, this movement is completely apolitical. Where is Durgesh? He organized the protest in Nagpur. And how did I got to know him? I got to know him through Instagram. He just texted me, "Bhaiya, we are doing a protest in Nagpur. Would you come to Nagpur?" I said, "Why not?" He was completely apolitical. Then there was 25 other students with him from Nagpur University. They spent their money out of their pocket money. They printed the pamphlets. They printed the banners, and that is how they organized the protest in Nagpur. No, these are not political people. They don't have any political affiliation. These are the kind of people who are, running this movement. And even if there are some people with some political past, like I had a political past myself, what's the harm in that? It's not a crime to be a part of a political party in the past. It's not a crime to have your political opinions. I belong to NSUI, but I am supporting individually. There's an NSUI member also here. NSUI member also, I am supporting individually. I think all the opposition parties, all the traditional political parties should learn something from the students who are rising above their political differences and coming together for a cause. കേട്ടില്ലേ? അഭിജിത്ത് ദീപക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് റിപ്പോർട്ടർ ചോദിച്ചു, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടില്ല, അതായത് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടും രാജിവെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫാമേഴ്സിനെ പോലെയാണ്. അതായത് 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് സമരം ചെയ്യും, പ്രൊട്ടസ്റ്റ് നടത്തും. ഞാൻ മാത്രമല്ല ഇവരും. അവരോട് ചോദിച്ചപ്പോൾ ആ സ്റ്റുഡൻസും പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം റിപ്പോർട്ടർ ചോദിച്ചിട്ടുള്ളത് CJPയുടെ പൊളിറ്റിക്കൽ അഫിലിയേഷനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പൊളിറ്റിക്കൽ ബന്ധം. ഒരുപാട് ആർഗ്യുമെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രൊപ്പഗണ്ടയാണ് എന്ന രീതിയിലൊക്കെ. അതിൽ അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പൊളിറ്റിക്സ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടി ഉള്ള ആളുകളുമുണ്ട്, അതേസമയം പൊളിറ്റിക്കൽ പാർട്ടി ഒന്നും ഇല്ലാതെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളുമുണ്ട്. അവിടെ നാഗ്പൂരിലുള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ട് പറഞ്ഞു ഇതിന്റെ ഫണ്ടിങ് ഒക്കെ, അതായത് അവിടെ നാഗ്പൂരിൽ നടന്നിട്ടുള്ള പ്രോഗ്രാംസിന്റെ നോട്ടീസ് ആവട്ടെ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ പോക്കറ്റ് മണി വെച്ചിട്ട്, അതായത് ആ സ്റ്റുഡൻസിന്റെ, അവിടെ നാഗ്പൂരിലെ സ്റ്റുഡൻസിന്റെ പോക്കറ്റ് മണി വെച്ചിട്ടാണ് അവിടെ ഫണ്ടിങ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതുപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ പൊളിറ്റിക്സിലുള്ളത് ഒരു ക്രൈം ഒന്നും അല്ലല്ലോ എന്നാണ് അഭിജിത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പാസ്റ്റിൽ മുൻകാലത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട്. അവർ തന്നെ പറഞ്ഞു, അതായത് ഈ അഭിജിത്ത് തന്നെ പറഞ്ഞു ഞാനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടായ ആളാണ്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ കാര്യം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ്, അതായത് ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു കാരണം, ആ കാരണത്തിന് വേണ്ടിയിട്ടാണ് പല പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകളും അതുപോലെ എല്ലാ മതസ്ഥരും, അതായത് മതമോ ജാതിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയോ ഒന്നും നോക്കാതെ ആ ഒരു കോസ്, ആ ഒരു കാരണത്താലാണ് ആളുകളൊക്കെ ഇവിടെ വന്നതും ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെയാണ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി. എന്നാൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് അവിടെ സംഭവിച്ചിട്ടുള്ളത് വെള്ളവും അതുപോലെ വെളിച്ചം, അതായത് പവർ സപ്ലൈ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിഷേധിക്കപ്പെട്ടു. അതിനുശേഷവും ഇവരെന്ത് ചെയ്തു, അവിടെ തന്നെ പ്രൊട്ടസ്റ്റുമായി കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഡൽഹി പോലീസ് എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ വെള്ളമാവട്ടെ അല്ലെങ്കിൽ വെളിച്ചമാവട്ടെ, അതായത് എനർജി ആവട്ടെ, എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് സപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടും അവിടുന്ന് ആളുകൾ പിന്മാറിയില്ല, അവിടെ തന്നെ ഇരുന്നു. ഇപ്പോഴും ആ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ പ്രൊട്ടസ്റ്റിനിടയിൽ അഭിജിത്ത് ദീപക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 16ഓളം സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ പോയി കാണേണ്ട, അതായത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്ററോ പോയി കാണേണ്ട, ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ഒരു കാര്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാരണം 14ഓളം സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്തു, അവരുടെ ജീവൻ പോയി, അവരുടെ ഡ്രീംസ് കളഞ്ഞു. അത്
അത്രയും നിസ്സാരമായിട്ടാണ് നമ്മുടെ സർക്കാർ ഈ കാര്യത്തെ കാണുന്നത്. ഇതാണ് ഈ പറയുന്ന 14 സ്റ്റുഡൻസ്. അവർ ഉത്തർപ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്, ആസാം, രാജസ്ഥാൻ, ഗോവ, തമിഴ്നാടു അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ടുള്ള കുട്ടികളാണ് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറയുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്ററോ ഈ കാര്യം പറഞ്ഞിട്ട് ഈ എക്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്റ് ഇടുന്ന കാണാം. അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ഒരു പോസ്റ്റും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ വേറൊരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതായത് പറഞ്ഞിട്ടുള്ളത് എ മോർണിംഗ് ഓഫ് മൈൻഡ്ഫുൾനെസ് മൂവ്മെന്റ് ആൻഡ് ടുഗെദർനെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു മോർണിംഗ് ആണ്. അതായത് മൈൻഡ്ഫുൾനെസ്, നല്ല സമാധാനമുള്ള അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ഉള്ള, ടുഗെദർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പോലുള്ള ഒരു രാവിലെയാണ് ഇന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പങ്കുവച്ചിട്ടുള്ള വീഡിയോ. ഇനി നമ്മളുടെ പ്രധാനമന്ത്രിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മൂപ്പര് ഏതാണ്ട് ഫുൾ ടൈം ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യമൊന്നും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല കക്ഷി. എന്നിരുന്നാലും ഒരു വീഡിയോ കാണാം. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയില്ല. അതായത് ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നൊന്നും പറയില്ല. പക്ഷേ ഈ ഉള്ള ആഘോഷങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ ഫോറിൻ ട്രിപ്സ് മാത്രം അടിച്ചാൽ പോരാ. രാജ്യത്തുള്ള പ്രശ്നങ്ങളും കൂടി അറിയണം. രാജ്യത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നീറ്റ് എക്സാം പേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ CUT പ്രശ്നം വന്നിട്ടുണ്ട്. അതുപോലെ SSC എക്സാമിൽ പ്രശ്നം വന്നിട്ടുണ്ട്. CBSE കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ നീറ്റ് കാരണമായി 14ഓളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5ഓളം കുട്ടികളാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഇഷ്യൂസ് മാത്രമല്ല, ഇന്ത്യൻ എക്കണോമിയിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും കൂടി കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കാര്യം കൂടി ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഡു നോട്ട് പ്ലേ വിത്ത് സ്റ്റുഡൻസ് ഫ്യൂച്ചർ എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളല്ലേ അങ്ങോട്ടേക്ക് അയാളോട് ചോദിക്കേണ്ടത്. അതായത് കുട്ടികളുടെ ഫ്യൂച്ചർ, ഭാവി വെച്ചിട്ട് നിങ്ങൾ കളിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് നീറ്റ് എക്സാമിന്റെ 2023 എക്സാം ഇപ്പൊ ഇന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പീലിംഗ് ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അപ്പീൽ കൊടുക്കലാണ്. അതായത് എല്ലാം റെസ്പോൺസിബിൾ ആയിട്ട്, അതുപോലെ കുട്ടികളുടെ, അതായത് 22 ലക്ഷം മെഡിക്കൽ ആസ്പിറൻസ് ഉണ്ട്, അവരുടെ ഒക്കെ എന്ത് ചെയ്യണം, ആസ്പിറേഷൻ അത് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ളത് NTA ഫുൾ കോൺഫിഡൻസ് അവർക്കുണ്ട്. അതായത് ധർമ്മേന്ദ്ര പ്രധാനുണ്ട്. NTA മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ നീറ്റ് എക്സാം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ആകെ പ്രശ്നമുള്ളത് NTA നിങ്ങളിലും മാത്രമാണ് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആളുകൾ ഇന്നലെ മുതൽ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇതുവരെ നിങ്ങൾ ഇടപെട്ടിട്ടില്ല. അതായത് ഇത്രയും സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്തിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഇനി ഗോദി മീഡിയ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു നാഷണൽ മീഡിയയും ഈ ഒരു കാര്യം കവർ ചെയ്യുന്നില്ല. കാരണം എല്ലാം ഗോദി മീഡിയ ആണ്. അതായത് നല്ലോണം പണം വാങ്ങിയിട്ട് എന്താണോ അവർ പറയുന്നത് അത് മാത്രം എന്ത് ചെയ്യും, ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കും. അല്ലാതെ അവർ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കേ പോവില്ല. അതായത് ഈ പ്രൊട്ടസ്റ്റിന് അത്ര വില കൊടുക്കാൻ പാടുള്ളൂ. അതായത് ജനങ്ങൾ ഈ കാര്യങ്ങൾ പുറത്ത് അറിയാൻ പാടില്ല. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റിന് അത്ര വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട. കാരണം ജനങ്ങൾ ഇത് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമായി മാറുമെന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്കൊരു വീഡിയോ കാണാം. तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इसके बाद इसका है। 2 महीने से तैयार हुए थे, इस
കണ്ടില്ലേ, ഇത് ഇന്ന് രാവിലെ 11 മണിക്കുള്ള വിഷ്വൽസ് ആണ്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ പ്രൊട്ടസ്റ്റ് ആണ്. ഇന്നലെ രാത്രിയും ഉള്ള വിഷ്വൽസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ എക്സിലും ഒക്കെ ആയിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CJPയും അവരുടെ ആക്ടിവിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയും അവിടെ ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെയും ഉച്ചയായിട്ടും ഇപ്പോഴും ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.